പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാനിറങ്ങി സ്വയം കുരുക്കിലായ രാഹുൽ ഈശ്വർ. നിയമം അറിയാവുന്ന അഭിഭാഷകനായിട്ടും അയാൾക്ക് എവിടെയാണ് പിഴച്ചത്? ലൈംഗിക പീഡനത്തിനിരയായ യുവതിയെ അധിക്ഷേപിച്ചത് മാത്രമല്ല കുറ്റം, യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി പല പ്രസ്താവനകളും നടത്തി. പോലീസ് നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തെന്ന് വാദിച്ചെങ്കിലും കോടതിയിലെത്തിയപ്പോഴും തിരിച്ചടി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം നിഷേധിച്ചു. രാഹുൽ മുൻപും സമാനമായ തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവെക്കുകയായിരുന്നു. ഇരയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഗൂഢാലോചന നടന്നെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും തുടർച്ചയായി അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ സൈബർ പോലീസ് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. അതേസമയം തന്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, അർണേഷ് കുമാർ വിധിയുടെ ലംഘനമാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായുള്ള വീഡിയോകൾ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോ തുടരും. എത്ര തടഞ്ഞു വെച്ചാലും, എന്ത് പോലീസ് ആക്ഷൻ ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ തുടരും. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്, എനിക്ക് നോട്ടീസ് കിട്ടിയില്ല. കോടതി പറയും സുപ്രീം കോടതി വിധിയുടെ പ്രവേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതി മൂവുകയും ചെയ്ത് സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ വീഡിയോ ചെയ്യുന്നത് നിർത്തില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിജീവിതയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണം രാഹുൽ നിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഇനിയും പ്രതികരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. യുവതിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരം പരാമർശം യൂട്യൂബ് വീഡിയോയിലൂടെ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. സന്ദീപ് വാര്യർ തന്റെ സമൂഹ മാധ്യമ പേജിൽ ഉൾപ്പെടുത്തിയിരുന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്. അതിനിടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്താൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് സന്ദീപ് പ്രതികരിച്ചിരുന്നു. തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം സന്ദീപിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. 1 വർഷം മുമ്പ് പങ്കെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പലരും ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് സന്ദീപിന്റെ വാദം. അത് പലരും ദുരുപയോഗം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ന്യൂസ് 18 തിരുവനന്തപുരം.